ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് 2015 മോഡലുള്ള ഒരു പെട്രോൾ വേരിയന്റ് ആയിട്ടുള്ള ഹോണ്ട സിറ്റി ആണ്. ഇത് സെയിലിനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിമിക്സ് ഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. 2015 മോഡലുള്ള ഹോണ്ട സിറ്റി. ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 30,105 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഇപ്പോൾ പ്രസന്റ്ലി ഓടിയിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടിയാണിത്. ഇതിന് നമുക്ക് കണ്ടാൽ അറിയാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ടെങ്കിൽ നമുക്കറിയാം. നമുക്ക് ആ ക്രോമിന്റെയും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പെയിന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇതിന്റെ നമ്പർ നോക്കുവാണെങ്കിൽ ഫാൻസി നമ്പറും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ പോർഷൻ കാണുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്ലെയിമോ മേജർ റീപ്ലേസ്മെന്റോ ആക്സിഡൻസോ ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി കൂടിയാണിത്. ഇതിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കമ്പനി ആയിട്ടുള്ള അലോയ് വീൽ വന്നിട്ടുണ്ട്. 15 ഇഞ്ച് വീൽസ് ആയിട്ടുള്ളത്. ടയേഴ്സ് ഒക്കെ ഇനിയും ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഈ ഒരു വശങ്ങളിലുള്ള ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. റണ്ണിംഗ് ബോർഡും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു റീപ്ലേസ്മെന്റോ ഒരു ടച്ചിങ്ങോ പെയിന്റ് ജോബോ ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ്. പിന്നെ കൂളിംഗ് ഫിലിം കൂടി ഒട്ടിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തതിന്റെ ക്വാളിറ്റി കാണാൻ പറ്റും. ടെയിൽ ലാമ്പിന്റെ കാര്യത്തിൽ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പെയിന്റിന്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറുവശത്തും അതേ രീതി തന്നെയാണുള്ളത്. ഇത് അടുത്ത് വന്ന് കാണിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല, കാരണം അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇനി ഇതിന്റെ ഡിക്കി തുറന്ന് കാണിക്കുവാണെങ്കിൽ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിക്കിയാണ് വന്നിട്ടുള്ളത്. ലോങ് റൈഡിനും അതുപോലെ തന്നെ അത്യാവശ്യം ലഗേജ് ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇനി ഇതിനടിയിലേക്ക് സ്റ്റെപ്പിനി വീൽ പോകുമ്പോൾ ഇത് ഡ്രമ്മിലാണ് സ്റ്റെപ്പിനി വീൽ വന്നിരിക്കുന്നത്. ഇത് പെയിന്റ് പോയതല്ല, ജസ്റ്റ് ചെളിയായത് മാത്രമാണ്. അത് തുരുമ്പോ കാര്യങ്ങളോ അല്ല. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഡോർ പാഡ് ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 4 പവർ വിൻഡോസ് ഒക്കെ വരുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ഒരു ഓപ്ഷനും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ പിയാനോ ബ്ലാക്കിന്റെ ഒരു ഫിനിഷിംഗ് ആക്കുന്നു. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സീറ്റ് കവർ നോക്കുവാണെങ്കിൽ സീറ്റ് കവർ ഷോറൂമിൽ തന്നെ യൂസ് ആണ്. ഹോണ്ടയിൽ തന്നെ വന്നിട്ടുള്ള സീറ്റ് കവറാണ്. ഇതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഷോറൂമിൽ, അതായത് പുത്തൻ വണ്ടി എങ്ങനെയാണോ വന്ന ആ രീതിയിലുള്ള സീറ്റ് നമുക്ക് ലഭിക്കും. കാരണം വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഇട്ടുള്ള സീറ്റ് കവറാണ്. പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സ്റ്റിയറിംഗിന്റെ ബട്ടൺസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യൂസ് ചെയ്തതിന്റെ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ വന്നിരിക്കുന്നത് കമ്പനി ആയിട്ടുള്ള സ്റ്റീരിയോ ആണ് വന്നിട്ടുള്ളത്. അതും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അങ്ങനെ വലിയ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഇതാണ്. പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഡോർ പാഡിന്റെ കാര്യത്തിൽ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ റഫ് ആയിട്ടുള്ള യൂസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. നേരെ ഉള്ളിലേക്ക് പോകുകയാണ്. പിൻഭാഗത്ത് നമുക്ക് എ സി വിൻഡ് കാണാൻ പറ്റും. ഇതിന്റെ പിൻഭാഗത്തൊക്കെ എ സി വിൻഡ് ഒക്കെ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറും പിൻഭാഗത്തും ആ സെയിം രീതിയിലുള്ള സീറ്റ് കവർ വന്നിട്ടുണ്ട്. പിന്നെ റൂഫൊക്കെ കാണുവാണെങ്കിൽ ഈ രീതിയിലാണ് റൂഫൊക്കെ വന്നിട്ടുള്ളത്. ഇതാ ഇതിന്റെ നോക്കുവാണെങ്കിൽ 30,105 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ട്രിപ്പ് ബി, പിന്നെ 33 ടെമ്പറേച്ചറിൻ്റെ കാര്യം, പിന്നെ 76 പെട്രോൾ ഫ്യൂവലിൻ്റെ ബാക്കി, പിന്നെ ആവറേജ് മൈലേജ് ഇപ്പോൾ കാണിക്കുന്നത് 11.7 കിലോമീറ്ററാണ് മൈലേജ് കാണിക്കുന്നത്. ഈ മീറ്റർലെസ് എല്ലാം നീറ്റാണ്. മീറ്റർലെസ് ഒക്കെ നല്ല നീറ്റാണ്. ഈ രീതിയിലാണ് ഉള്ളത്. ഇതെവിടെയൊക്കെ ടൂട്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും. മ്യൂസിക് സിസ്റ്റമൊക്കെ പക്കയാണ്. പിന്നെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റാണ് വണ്ടി. ഈ ഫാമിലി യൂസ് ആയതുകൊണ്ട് തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വേറൊരു വണ്ടി എടുത്തുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് കൊടുക്കുന്നതാണ്. ഇത് റിവേഴ്സ് സെൻസറിൻ്റെ റിവേഴ്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ട സെൻസറിൻ്റെ ഇതാണിത്. ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടീൻ്റെ കാര്യമുള്ളത്. ഇനിയിപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ 2015 മോഡലാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡൻസോ ക്ലെയിമോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. വൈറ്റിലുള്ള കളർ. പിന്നെ ആസ്കിംഗ് പ്രൈസ് 6.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഉള്ളത്. പിന്നെ ഇതിന്റെ ആവശ്യക്കാർ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുത്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.